പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കുണ്ടല്ലോ അവരെ പറ്റിക്കാനൊരായിട്ട് ഞാൻ കാണിച്ചു തരട്ടെ. കഴിക്കാൻ നല്ല രസമുണ്ടായിന് കേട്ടോ. ഞാൻ പിള്ളേർക്ക് ഇങ്ങനെ ഓരോ നട്ടി വെച്ചിട്ടെല്ലാം തന്നെ ഞാൻ എനിക്ക് മടിയും കൊണ്ട് ഒരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് ഇങ്ങനെ കഴിക്കുന്നു മടക്കിയിട്ട്. പക്ഷേ ഉണ്ടല്ലോ കഴിച്ച് നോക്കുമ്പോൾ നല്ല രസമുണ്ട്. ഞാൻ ഇങ്ങനെ സിമ്പിളാണ് പിള്ളേർക്ക് ഇങ്ങനെ എന്താ പറയുക വൈകുന്നേരം വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ഞാൻ മുട്ടയിട്ടിട്ട് ഇങ്ങനെ വാട്ടൂലേ, ഇങ്ങനെ അല്ലെങ്കിൽ ടോസ്റ്റ് ചെയ്തിട്ടോ വാട്ടിയിട്ടെല്ലാം തന്നെയാണ് കൊടുക്കൽ. അപ്പോൾ ഇങ്ങനെ ആയി കൊടുത്തപ്പം പിള്ളേർക്കും ഇഷ്ടപ്പെട്ട്. പിന്നെ നമുക്കും വലിയ പണിയൊന്നും ഇല്ലാന്ന്, നമുക്കിങ്ങനെ പെട്ടെന്ന് ആയി കൊടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക, ടോസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ ടോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നെയ്യെല്ലാം അങ്ങനെയെല്ലാം പിള്ളേർ വയറ്റിലെല്ലാം തട്ടുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നല്ലവണ്ണം നെയ്യെല്ലാം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ്, അപ്പോൾ അതിന് നല്ലൊരു മണമല്ലോ അല്ലേ. അപ്പോൾ അതെല്ലാം വെച്ച് ഞാനൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. വെറുങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ പിള്ളേർക്ക് നെയ്യും കൂടെ വയറ്റിലെത്തുമല്ല. അപ്പോൾ കൂടുതൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുക, അപ്പം കുറച്ച് കൂടുതൽ പിള്ളേർ വയറ്റിലെത്തിക്കോളും. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ടോസ്റ്റ് ചെയ്താൽ നമുക്ക് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ മുട്ട ഞാൻ ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ഇട്ടിട്ടാണ് കേട്ടോ. ഇതേ നെയ്യെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിനകത്ത് തന്നെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ലെച്ചൂസ് ഞാൻ എൻ്റെ അടുക്ക് ഉണ്ടായിരുന്നു കേട്ടോ, ലെച്ചൂസിൻ്റെ അല്ല അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. കക്കിരിയും പിന്നെ ക്യാരറ്റെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം വെച്ച് കൊടുത്താൽ നല്ല രസമാണ്. പക്ഷേ എൻ്റെ അടുക്ക് ഒന്നും ഉണ്ടായിട്ട് ഞാൻ മേടിക്കാൻ പോകാൻ മെനക്കെട്ടിട്ടൊന്നുമില്ല. അതുകൊണ്ടില്ല, മുട്ട മാത്രം പൊരിച്ച് കൊടുക്കുന്നു. പിന്നെ ലെച്ചൂസിൻ്റെ ഇലയും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്രയും ചെയ്യുന്നില്ല. എനിക്ക് ഈ മുതുമനായിട്ട് മറിച്ചിടാനൊന്നും എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഇതുപോലെ പീസെല്ലാം ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ മറിച്ചിടുന്നത്. അതൊന്നും ആരും ശ്രദ്ധിക്കണ്ട. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്താലോ. ബ്രെഡ് ടോസ്റ്റ് ചെയ്തതിൻ്റെ മുകളിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് വെച്ച് കൊടുക്കാം. പിന്നെ ലെച്ചൂസിൻ്റെ ഇല വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മുട്ട പൊരിച്ചതും കൂടെ വെച്ച് കൊടുത്താൽ റെഡിയായി.